ഒമാനിലെ സർക്കാർ സ്വകാര്യ മേഖലയിൽ 40 അതിലധികമോ തൊഴിലാളികളുള്ള സ്ഥാപനങ്ങളിൽ 5% നിശ്ചയദാർഢ്യക്കാർക്കുള്ള ക്വാട്ട നിർബന്ധമാക്കി രാജകീയ ഉത്തരവ്. അതോറിറ്റി നാമനിർദ്ദേശം ചെയ്യുന്ന യോഗ്യതകളുള്ള നിശ്ചയദാർഢ്യക്കാർക്കാണ് അവസരം ലഭിക്കുക. ഇതുവഴി നിയമിക്കപ്പെടുന്ന എല്ലാ വ്യക്തികൾക്കും മറ്റ് ജീവനക്കാരെ പോലെ അവകാശങ്ങളും ആനുകൂല്യങ്ങളും ലഭിക്കും. ഇവർക്ക് ആവശ്യമായ താമസ സൗകര്യങ്ങൾ നൽകാനും സ്ഥാപനങ്ങൾ ബാധ്യസ്ഥരാണ്. നഷ്ടപരിഹാരം, സ്ഥാനക്കയറ്റം, ജോലിസ്ഥലത്തെ പരിചരണം എന്നിവയിൽ യാതൊരു വിവേചനവുമില്ലെന്നും നിയമം വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. നിശ്ചയദാർഢ്യക്കാരായ തൊഴിലന്വേഷകരുടെ ഡാറ്റകൾ നിരീക്ഷിക്കാനും സാമൂഹിക വികസന മന്ത്രാലയവുമായി ഏകോപിപ്പിച്ച് ജോലി ചെയ്യുന്നവരെ രജിസ്റ്റർ ചെയ്യാനും അതോറിറ്റിക്ക് ബാധ്യതയുണ്ട്. നിശ്ചയദാർഢ്യക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും തുല്യ അവസരങ്ങൾ ഉറപ്പാക്കുന്നതിനും എല്ലാവർക്കും നീതി, അന്തസ്സ് എന്നിവയിൽ അധിഷ്ഠിതമായ ഒരു സമൂഹം വളർത്തിയെടുക്കുന്നതിനുമുള്ള പ്രതിബദ്ധതയാണ് ഒമാൻ ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. അബുദാബി നിവാസികൾക്ക് കർശന മുന്നറിയിപ്പ്. റെസിഡൻഷ്യൽ ഏരിയകളിൽ ക്വാഡ് ബൈക്കുകൾക്കും സ്കൂട്ടറുകൾക്കും അധികൃതർ കർശന നിരോധനം ഏർപ്പെടുത്തി. നിയമം ലംഘിച്ചാൽ 50,000 ദിർഹം വരെ പിഴയും വാഹനം കണ്ടുകെട്ടലും രക്ഷകർത്താക്കൾക്ക് നിയമ നടപടികളും നേരിടേണ്ടി വരുമെന്ന് മുന്നറിയിപ്പിൽ വ്യക്തമാക്കി. അബുദാബിയിലെ അൽ ഖദീർ പോലുള്ള റെസിഡൻഷ്യൽ ഏരിയകളിൽ കൗമാരക്കാരും മുതിർന്നവരും ഇത്തരം വാഹനങ്ങൾ ഓടിക്കുകയും ഇത് അപകടങ്ങൾക്ക് കാരണമാകുന്നതും വർദ്ധിച്ചതിനാലാണ് ഈ നടപടി. അതിനാൽ ഇത്തരം വാഹനങ്ങൾ കാൽനട യാത്രക്കാർക്കും സൈക്കിൾ യാത്രക്കാർക്കും പുറത്ത് കളിക്കുന്ന കുട്ടികൾക്കും വലിയ സുരക്ഷാ ഭീഷണിയാണ് ഉയർത്തുന്നത്. അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്തതിൽ കൂടുതലായും പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ ഓടിച്ച ബൈക്കുകളാണ് അപകടത്തിൽപ്പെട്ടതെന്ന് കണ്ടെത്തുകയും ചെയ്തു. നിയമമനുസരിച്ച് ക്വാഡ് ബൈക്കുകൾ പൊതു റോഡുകളിലോ പാർക്കിംഗ് സ്ഥലങ്ങളിലോ ഉപയോഗിക്കാൻ പാടില്ല. എന്നാൽ മരുഭൂമികൾ പോലുള്ള ഓഫ് റോഡിംഗ് ഏരിയകളിൽ ഉപയോഗിക്കാം. ഇത്തരം വാഹനങ്ങൾ ഓടിക്കുന്നവർ ഹെൽമറ്റ് പോലുള്ള സുരക്ഷാ ഉപകരണങ്ങൾ നിർബന്ധമായും ധരിക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പിൽ വ്യക്തമാക്കി. അതേസമയം നിയമങ്ങൾ ലംഘിക്കുന്നവരെക്കുറിച്ച് അബുദാബി പോലീസ് ആപ്പ് വഴി റിപ്പോർട്ട് ചെയ്യാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കുവൈത്തിൽ സ്വകാര്യ മേഖലയിൽ ജോലി സമയത്തിൽ പുതിയ ക്രമീകരണം ഏർപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട നിയമം പ്രാബല്യത്തിൽ വന്നു. ഇതുമായി ബന്ധപ്പെട്ട് 2025 15-ാം നമ്പർ നിയമം നടപ്പാക്കാൻ തുടങ്ങിയതായി പബ്ലിക് അതോറിറ്റി ഓഫ് മാൻ പവർ അറിയിച്ചു. ആധുനിക ഇലക്ട്രോണിക് സംവിധാനങ്ങളുടെ സഹായത്തോടെ ജോലി സമയം നിരീക്ഷിക്കും. ദൈനംദിന ജോലി സമയം, വിശ്രമനേരം, പ്രതിവാര അവധി ദിവസങ്ങൾ, ഔദ്യോഗിക അവധി ദിവസങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും തൊഴിൽ ദാതാക്കൾ സർക്കാർ അംഗീകരിച്ച ഇലക്ട്രോണിക് സംവിധാനം വഴി രേഖപ്പെടുത്തണം. ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അതും രേഖപ്പെടുത്തണം. ഈ വിവരങ്ങൾ അടിസ്ഥാനമാക്കിയായിരിക്കും ഉദ്യോഗസ്ഥർ ജോലി സമയത്ത് പരിശോധനയ്ക്ക് എത്തുക. ആ സമയത്ത് ഇതിലെ വിവരങ്ങളുമായി യോജിച്ചു പോകുന്നില്ലെങ്കിലും പിഴ അടക്കമുള്ള ശിക്ഷ ചുമത്തും. ഏതെങ്കിലും നിയമവിരുദ്ധ കാര്യങ്ങൾ കണ്ടെത്തിയാൽ കമ്പനിയുടെ ഫയലുകൾ ബ്ലോക്ക് ചെയ്യുന്നതുൾപ്പെടെയുള്ള ശിക്ഷാ നടപടികളും സ്വീകരിക്കും. എല്ലാ തൊഴിലുടമകളും ഇലക്ട്രോണിക് സംവിധാനത്തിലൂടെ വിവരങ്ങൾ കാലതാമസമില്ലാതെ അപ്ഡേറ്റ് ചെയ്യണമെന്ന് പബ്ലിക് അതോറിറ്റി ഓഫ് മാൻ പവർ ആവശ്യപ്പെട്ടു. NTV UAE to the world.